കായംകുളം നഗരത്തെ കലാവിസ്മയങ്ങളുടെ 5 നാളുകൾ കൊണ്ട് കോരിത്തരിപ്പിച്ച റവന്യൂ ജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. UP, HS, HSS വിഭാഗങ്ങളിലെ ഓവറോൾ വിജയം നേടി മാവേലിക്കര ഉപജില്ല കലാകിരീടം ചൂടി. കായംകുളം നഗരത്തെ കലാവിസ്മയങ്ങളുടെ 5 നാൾ കൊണ്ട് കോരിത്തരിപ്പിച്ച റവന്യൂ ജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. UP, HS, HSS വിഭാഗത്തിലെ ഓവറോൾ വിജയം നേടി മാവേലിക്കര ഉപജില്ല കലാകിരീടം കരസ്ഥമാക്കി. സ്ഥാനം നേടിയ സ്കൂൾ ഗവൺമെന്റ് പോയിന്റോടെയാണ് മാവേലിക്കര മുന്നിലെത്തിയത്. 776 പോയിന്റുമായി തുറവൂർ 2ാം സ്ഥാനം നേടി. 3ാം സ്ഥാനം ചേർത്തല 764, ചെങ്ങന്നൂർ 758, കായംകുളം 754 എന്നിങ്ങനെയാണ് പിന്നാലെ. സ്കൂൾ തലത്തിൽ 294 പോയിന്റോടെ മാന്നാർ നായർ സമാജം ബോയ്സ് HSS തുടർച്ചയായി ഒന്നാമതെത്തി. 186 പോയിന്റോടെ അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ HSS 2ാം സ്ഥാനവും 180 പോയിന്റോടെ ഹരിപ്പാട് ഗവൺമെന്റ് GHSS 3ാം സ്ഥാനവും കരസ്ഥമാക്കി. തുറവൂർ TD HSS 164, നങ്ങിയാറോളങ്ങര ബദനി ബാലിക മഠം GHSS 149 പോയിന്റ് എന്നിങ്ങനെയാണ് സ്കൂളുകളുടെ പോയിന്റ് നില. സമാപന സമ്മേളനം കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഠനത്തിന്റെ കാര്യത്തിൽ പാഠ്യേതര കാര്യങ്ങളെല്ലാം നല്ല മികവ് പുലർത്തി നിൽക്കുന്ന എല്ലാവരെയും അവർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന അധ്യാപകരടക്കമുള്ളവർ പല സ്കൂളുകളും വളരെയധികം പ്രയത്നിച്ചാണ് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടി ഒക്കെ ഇതിനാവശ്യമായ പരിശീലനങ്ങളും എല്ലാം കൊടുത്തിട്ടാണ് ഇതിനുവേണ്ടി എല്ലാവരെയും അണിയിച്ചൊരുക്കുന്നത്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള അത്യധ്വാനത്തെ അധ്യാപകരും രക്ഷകർത്താക്കളും ചിലയിടങ്ങളിൽ സ്കൂൾ മാനേജ്മെൻറ്റ് PTA കമ്മിറ്റി ഒക്കെയും ഇതിൻ്റെ മുന്നണിയിലും പിന്നണിയിലും നിന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് പിന്തുണയും പിൻബലവും എല്ലാം നൽകുന്നുണ്ട്. എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് വിജയികൾക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് കലാമത്സരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിനകത്ത് ഇവിടെ പരാജിതർ എന്നൊന്നില്ല എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരും അഭിനന്ദനത്തിന് അർഹരാണ്. എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. MS അരുൺകുമാർ MLA സമ്മാനദാനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് U. പ്രതിഭ MLA അധ്യക്ഷയായി. ഈ 11 സബ് കമ്മിറ്റികളുടെയും ഞങ്ങൾ ജനപ്രതിനിധികൾ ചെയർമാൻമാരാണെങ്കിലും അധ്യാപകരായിട്ടുള്ള കൺവീനർമാരും അധ്യാപക സുഹൃത്തുക്കളുമാണ് ഏറ്റവും കൂടുതൽ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നത്. അത് ഞങ്ങളതിൻ്റെ ജനാധിപത്യ രീതിയിലുള്ള ചെയർമാന്മാരും ചെയർപേഴ്സന്മാരും ഒക്കെ മാത്രമാണ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യും. പക്ഷേ രാത്രി 3 മണി 3:30 4 മണിക്കൊക്കെയാണ് ഈ അധ്യാപകർ പലരും ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. നിങ്ങളോടൊക്കെ സ്നേഹമാണ്, ബഹുമാനമാണ്. സ്ട്രെയിൻ ഒഴിവാക്കി തന്നെ ഈ മേളയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്തായാലും സ്ട്രെയിൻ ഒഴിവാക്കണം. കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനും ഉല്ലാസത്തിനുമാണ് കലാമേളകൾ. അവിടെ മാനസിക സംഘർഷം കൊടുത്ത് തലകറങ്ങി വീണ് പ്രയാസപ്പെടുന്ന രൂപത്തിലേക്ക് പോകാൻ അനുവദിക്കാൻ കഴിയുകയില്ല എന്ന ശക്തമായ ഇടപെടൽ ഈ ഒരു മേഖലയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ നിയമസഭയിൽ ഞാൻ ഇടപെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീമതി P. ശശികല നമ്മുടെ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭയിലെ ആശാ വർക്കേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സ്റ്റാഫ്, അതുപോലെ തന്നെ കണ്ടിജന്റ് ജീവനക്കാർ, അതുപോലെ മുതുകുളം ബ്ലോക്കിൻ്റെ പരിസര പ്രദേശത്തുള്ള നമ്മുടെ PHCകളിലെ മെഡിക്കൽ ഓഫീസർമാർ, അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ്, പിന്നെ നമ്മുടെ ഹരിത കർമ്മസേന, പിന്നെ നമ്മുടെ NCC, NSS, SPC കേഡറ്റ്സ്, എത്രയോ ദിവസമായിട്ട് നമ്മുടെ SPC കേഡറ്റ്സ്,
സിവിൽ ഡിഫൻസിൻ്റെ ആപ്തമിത്ര ടീം അവരും ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ വീഴുന്ന സമയത്ത് പെൺകുട്ടികളടക്കം അവരെ എടുത്തുകൊണ്ട് പോകാനായിട്ട് നിന്ന് അവരിവിടെ അത്രയും വർക്ക് അവർ ചെയ്യുന്ന കണ്ടു. നമ്മുടെ കായംകുളത്തിന് അക്ഷരാർത്ഥത്തിൽ ഉത്സവരാവുകളായിരുന്നു. പരിപാടി താമസിക്കുമ്പോൾ സംഘാടകർക്ക് നെഞ്ചിൽ തീയാണെങ്കിലും പരിപാടി കാണാൻ നിൽക്കുന്നവർക്ക് സന്തോഷം. അവരൊരു ഉത്സവ ലഹരിയിലായിരുന്നു നമ്മുടെ കായംകുളം പട്ടണം എന്നുള്ളത്. കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് നാട്ടുകാർ കാണുന്നത് മീഡിയയിലൂടെയാണ്, എല്ലായിടത്തും എത്തിക്കുന്ന മീഡിയയാണ്. അപ്പോൾ ആ മീഡിയയുടെ ഒരു വലിയ ഇടപെടലുണ്ട്. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുഖ്യപ്രഭാഷണം നടത്തി. 5 ദിവസം നീണ്ടുനിന്ന കലോത്സവത്തിന്റെ അവലോകനം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ES ശ്രീലത നിർവഹിച്ചു. സമാപന സമ്മേളനത്തിൽ ആശംസാ പ്രസംഗം മായ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഫസാന ഹബീബ്, ഹരിലാൽ R ബിജു, നാദിർ ഷാ ചെട്ടിയത്ത്, CA അഖിൽകുമാർ, ലേഖ മുരളീധരൻ തുടങ്ങിയവർ നിർവഹിച്ചു. കലോത്സവത്തിന്റെ ഫലപ്രഖ്യാപനം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഗോപികൃഷ്ണൻ നിർവഹിച്ചു. സ്വീകരണ കമ്മിറ്റി കൺവീനർ സുമിമോൾ EK നന്ദി പറഞ്ഞു. 13 വേദികളിൽ 316 ഇനങ്ങളിലായി 6000-ലധികം പ്രതിഭകൾ പങ്കെടുത്ത മേളയ്ക്കാണ് തിരശ്ശീല വീണിരിക്കുന്നത്. CD ന്യൂസ്, കായംകുളം.